ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. കഴിഞ്ഞ HSA ഫിസിക്കൽ സയൻസിൻ്റെ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 31. ഒരു റിവേഴ്സ് ബയസ് സെനർ ഡയോഡിൻ്റെ ആന്തരിക ഫീൽഡ് എമിഷന് ആവശ്യമായ വൈദ്യുത മണ്ഡലം ഏകദേശം ഡാഷ് വോൾട്ട് പെർ മീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ സി 10 ലക്ഷം അഥവാ 10⁶. അടുത്ത ചോദ്യം, ഒരു ട്രാൻസിസ്റ്റർ അതിൻ്റെ ഡാഷ് ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആംപ്ലിഫയർ ആയി ഉപയോഗിക്കാം. ആൻസർ ഓപ്ഷൻ ബി ആക്റ്റീവ്. അടുത്ത ചോദ്യം, സാർവത്രിക ഗേറ്റുകളായി കരുതുന്ന ഗേറ്റുകൾ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് കൂടാതെ നാൻഡ് ഗേറ്റും സാർവത്രിക ഗേറ്റായി കരുതപ്പെടുന്നു. 34ാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ്. 35ാമത്തെ ചോദ്യം, ഒരു കൂളോം എന്ന ചാർജിൽ ഏകദേശം എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാകും? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് പ്രകാരം Q = NE ആണ്. അപ്പോൾ അതിൽ നിന്ന് N = Q/E എന്ന് കിട്ടും. ഇവിടെ Q എന്ന് പറയുന്നത് 1 കൂളോം ആണ്. അപ്പോൾ ഇയുടെ വാല്യൂ 1.6 × 10⁻⁻19. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6 × 10⁻18 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈപോൾ മൊമെൻറ്റ് എന്നതിൻ്റെ ഡൈമെൻഷനുകൾ. ഡൈപോൾ മൊമെൻറ്റ് കാണാനുള്ള ഫോർമുല P = Q × D. Q എന്ന് പറഞ്ഞാൽ ചാർജ്. ചാർജിൻ്റെ ഡയമെൻഷൻ AT ആണ്. അതുപോലെ ഡിസ്റ്റൻസ് Dയുടെ ഡയമെൻഷൻ L ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് LTA എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഗതിശീലതയുടെ SI യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ സി m²/V/s. ഗതിശീലത എന്ന് പറഞ്ഞാൽ മൊബിലിറ്റിയാണ്. മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് m/s, ഇലക്ട്രിക് ഫീൽഡ് Volt/m. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് m²/V/s. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമാഗ്നറ്റിക് പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ഡി കോപ്പർ. അടുത്ത ചോദ്യം, L നീളമുള്ള ഒരു ലോഹദണ്ഡിനെ സമകാന്തിക മണ്ഡലം Bക്ക് സമാന്തരമായി V പ്രവേഗത്തിൽ ചലിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടറ്റങ്ങളിലുടനീളം പ്രേരിതമാകുന്ന EMF. പ്രേരിത EMFൻ്റെ ഫോർമുല വരുന്നത് BLV ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രതിരോധകം മാത്രമുള്ള സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ ഡാഷ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1 ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഉള്ള മാധ്യമങ്ങളിൽ പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലാണ്? പ്രകാശവേഗതയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷനാണ് V = C/N. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ പ്രകാശവേഗത കുറയും. അതുപോലെ തന്നെ പ്രകാശവേഗത ഇവിടെ കൂടുതലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള കേസിലായിരിക്കും പ്രകാശവേഗത കൂടുതൽ. അപ്പോൾ ഇത് കൂട്ടത്തിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്? ന്യൂമറിക്കൽ അപ്പർച്ചർ കാണാനുള്ള ഫോർമുല NA = √N കോർ സ്ക്വയർ - N ക്ലാഡിംഗ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ആശ്രയിച്ചിരിക്കുന്നു. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, 2 പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഫേസ് സ്പേസ് ഡയമെൻഷൻ താഴെ തന്നിരിക്കുന്നവയിൽ N കണങ്ങളുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഫേസ് സ്പേസ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 6N ആണ്. ഇവിടെ 2 കണങ്ങളാണുള്ളത്. സോ 6 × 2 12 ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ താപനിലയിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ താഴെ പറയുന്നവയിൽ ഏത് കണികകളാണ് അനുസരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ
ക്രിട്ടിക്കൽ കോണുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സൈൻ സി ഈക്വൽ ടു മ്യൂ ആർ ഡിവൈഡഡ് ബൈ ന്യൂ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി വ്യതിയാനം. ഇവിടെ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എൻട്രോപ്പിക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ലേസർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഗെയിൻ മാധ്യമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഖരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും വാതക വസ്തുക്കളും ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ബ്രൂസ്റ്റഡ് കോണിൽ ഒരു സുതാര്യ വസ്തുവിൽ വന്ന് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ പ്രതിഫലന രശ്മി പൂർണ്ണമായും പോളറൈസ് ചെയ്യപ്പെടും. 49ാമത്തെ ചോദ്യം, ഫ്രിഞ്ച് വിഡ്ത്ത് കൂടുതലുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മോണോക്രോമാറ്റിക് തരംഗത്തിൻ്റേതാണ്? ആൻസർ ഓപ്ഷൻ ബി റെഡ് ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി രാമൻ സ്കാറ്ററിംഗ് ആണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലാത്തത്. ഇന്ന് നമ്മൾ 30 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.